നമസ്കാരം. വാട്ടർ സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ PP ഫിൽറ്ററിനെ കുറിച്ച് ഒരു ഡെമോ ആണ് കാണിച്ചിരുന്നത്. ഒരു PP ഫിൽറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഉള്ളതായിരുന്നു ഇതിന് തൊട്ട് മുമ്പിലേ ഉള്ള വീഡിയോ. ഈ വീഡിയോ ആ PP ഫിൽറ്ററിൻ്റെ കൂടെ തന്നെ ഒരു UF ഫിൽറ്റർ കൂടി ആഡ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളതാണ്. PP ഫിൽറ്ററിൻ്റെ കൂടെ UF എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. അതേപോലെ മറ്റുള്ള യാതൊരുവിധ ഫിൽറ്റർ സപ്പോർട്ടും ആവശ്യമില്ല. ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ സാധാരണക്കാരായ എല്ലാവർക്കും വയ്ക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ. ഇതിൽ ചെളി ഒരു അളവ് വരെ UF ഫിൽറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്ടീരിയ വരെ നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ശുദ്ധീകരണ രീതിയാണ് ഒരു PP ഫിൽറ്ററും പ്ലസ് അതിൻ്റെ കൂടെയുള്ള ഈ UF ഫിൽറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിലുള്ള ഒരു 90% ബാക്ടീരിയകളും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ഫിൽറ്റർ വയ്ക്കുന്നതിനായി സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി ഞാൻ വീഡിയോയിലേക്ക് പോകുന്നു. ഇതിന് തൊട്ട് മുമ്പിലുള്ള വീഡിയോയിലും ഞാൻ ഇതേപോലെയാണ് കാണിച്ചിരുന്നത്. ഇത്രയും കലങ്ങിയ വെള്ളം, അത്രയും ടർബിഡായിട്ട്, നമുക്കതിൻ്റെ ക്ലാരിറ്റി തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്രയും കലങ്ങി മറിഞ്ഞ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് ഞാനത് കാണിക്കുകയാണ്. അത് എത്രത്തോളം കലങ്ങിയതാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ഈ കലങ്ങിയ വെള്ളത്തിനെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു PP ഫിൽറ്റർ. അപ്പോൾ വെറും ഒരു PP ഫിൽറ്റർ ആണ് ഇതിൽ കൊടുക്കുന്നതെങ്കിൽ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ ഒരു 70-80% വരെ നമുക്കത് ക്ലാരിറ്റി കിട്ടും. അത്രത്തോളം നമുക്കതിലത്തെ ചെളികൾ മാറ്റാൻ കഴിയും. നിങ്ങളിതിൽ കൂടി നോക്കുക, അതിൻ്റെ ക്ലാരിറ്റി എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്കൊരു 100% ക്ലിയർ എന്ന് നമുക്ക് ഇത് പറയാൻ നമുക്ക് കഴിയില്ല. അതേ ഇതിൽ തന്നെ നമ്മളൊരു UF അൾട്രാ ഫൈൻ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിന് വരുന്ന വ്യത്യാസം, അതായത് അത് ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാ ഫൈൻ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും. വീണ്ടും ഒന്നും കൂടി അത് ഫിൽറ്റർ ചെയ്യുക, ഫൈനാക്കുക, വീണ്ടും അതിനെ ഒന്നും കൂടി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം അതേ വെള്ളത്തിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത്. ആ വെള്ളം ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ ഞാൻ ആ 3 വെള്ളവും കാണിച്ചു. ആദ്യത്തെ വെള്ളം നമ്മുടെ കലങ്ങി മറിഞ്ഞ വെള്ളം, അത് കഴിഞ്ഞ് വെറും ഒരു PP ഫിൽറ്ററിൽ കൂടിയിട്ട്, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അൾട്രാ ഫൈൻ ഫിൽറ്ററിൽ കൂടിയിട്ട് അതേ വെള്ളം തന്നെ നമ്മൾ കടത്തി വിടുമ്പോൾ ആ വെള്ളത്തിന് വരുന്ന വ്യത്യാസമാണ് ഈ കാണുന്നത്. അതായത് സൂപ്പർ ഫൈൻ ആയി ആ വെള്ളത്തിലുള്ള പൊടിപടലങ്ങളും എല്ലാം മാറിക്കിട്ടിക്കഴിഞ്ഞു. ഒരു UF ഫിൽറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. ജലശുദ്ധീകരണത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ പുതിയ ഫിൽറ്റേഴ്സ് ഉണ്ട്. പലതിനെക്കുറിച്ചും പലർക്കും അറിയുകയില്ല. ഇത്തരത്തിലുള്ള പുതിയ ഫിൽറ്ററുകളെക്കുറിച്ചുള്ള അറിവുകളും വാട്ടർ പ്യൂരിഫിക്കേഷനിലെ നൂതനമായ പുതിയ ടെക്നോളജികളെക്കുറിച്ചുള്ള അറിവുകളും എല്ലാം നിങ്ങൾക്ക് പങ്കിടാനായി ഞാൻ ശ്രമിക്കാം. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ കൂടി മാത്രമേ എൻ്റെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക. നന്ദി, നമസ്കാരം.